കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗമാവുകയാണ്. ആ ചിത്രത്തിനൊപ്പം CPM സംസ്ഥാന കമ്മിറ്റി കൂടെ ചിന്താ ജെറോം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിന്തയ്ക്ക് ഒരു വലിയ സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ ചിന്തയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു പ്രചരണം നടക്കുന്നത്? ഇത് CPM ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. കാരണം CPM ആദ്യത്തെ സമ്മേളനം, ജില്ലാ സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയാണ്. അപ്പം ഞങ്ങൾ പൂർണ്ണസമയമായി ഇതിൻ്റെ സംഘാടനവും മറ്റു പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് പാർട്ടിയുടെ സ്വന്തം സ്ഥലത്താണ് ഞങ്ങൾ ആ ജില്ലാ സമ്മേളനം നടത്തിയത്. ഇത് ആദ്യമായിട്ടല്ല ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് CPM ഒരു സമ്മേളനം നടത്തുക എന്നുള്ളത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പാളയിലും അതുപോലെ തന്നെ പല ഉപകരണങ്ങളിലും ഗ്രീൻ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ചില്ലുകുപ്പിയിലേക്ക് വന്നപ്പോൾ ഇത്തരം വിമർശനങ്ങൾക്കിടയാക്കിയത് എന്തുകൊണ്ടാണ്? അത് ഈ ചില്ലുകുപ്പി കാണുന്നുടനെ അത് മറ്റെന്തോ ആണ് എന്നുള്ള ഒരു തോന്നൽ ഏതോ സുഹൃത്തിൻ്റെ തലയിൽ ഉദിച്ചതുകൊണ്ടായിരിക്കാം. മനോനിലയിലുണ്ടായ മാറ്റമാണ് എന്നുള്ള ഫേസ്ബുക്ക് വാചകം അത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വാചകത്തിലേക്ക്? അല്ല, ഉറപ്പായിട്ടും അതല്ലേ. ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചൂടുവെള്ളം വേദിയിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. അത് പരിശോധിക്കണ്ടേ? അവർ തന്നെ പെട്ടെന്ന് പരിശോധിച്ചാൽ പെട്ടെന്ന് അവർക്കതിനൊരു പരിഹാരം കാണാൻ കഴിയും. ഇനിയും വൈകിപ്പോയാൽ അവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സമൂഹത്തിന് തന്നെ ദോഷകരമാകുന്ന തരത്തിലേക്ക്, ചിലപ്പം കായികപരമായ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന തരത്തിലേക്ക് അവരുടെ മനോനില ചിലപ്പം മാറിപ്പോയേക്കാം. അതുകൊണ്ട് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് പരിശോധിക്കണം. വേണ്ട മരുന്നുകളും മറ്റുമെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകണം. കാരണം CPM പോലൊരു പാർട്ടിയുടെ ജില്ലാ സമ്മേളന വേദിയിലെ ചൂടുവെള്ളം കുപ്പിയിൽ കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയൊക്കെ വളച്ചും തിരിച്ചും പറയുന്നെന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? ജാഗ്രത കുറവ് പാർട്ടിക്ക് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെ? ഒരു കുറവിൻ്റെയും കാര്യമില്ലല്ലോ. എല്ലാവരും മാതൃകയാക്കണ്ടേ? നാളെ മുതൽ മറ്റ് സമ്മേളന വേദികളിലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ ഇത്? എന്ത് കുറവ്? ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത്തരം കുപ്പികൾ നല്ല കിട്ടിയാൽ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചു വയ്ക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഇവിടെ മമ്മിയാണെങ്കിൽ വീട്ടിനകത്ത് ചെടികളൊക്കെ വളർത്തുന്നത് ഇത്തരം കുപ്പികൾക്കകത്താണ്. അതിലൊന്നും സൈബർ അതിക്രമം അത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനപ്പുറം ചിന്തയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു സൈബർ ഇടത്തിൽ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫോട്ടോയിലടക്കം അത് ചിന്ത മാത്രമല്ല, എല്ലാ നേതാക്കന്മാരുടെ മുമ്പിലും ഇത്തരം കുപ്പികൾ ഉണ്ടായിരുന്നു, പ്രസിഡീയത്തിൽ അംഗങ്ങളുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ചിന്തയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയല്ല, ഒരു സ്ത്രീ എന്ന രീതിയിൽ കൂടി. ചിന്ത എന്നൊരു വ്യക്തിക്ക് നേരെ അല്ല. കാരണം ചിന്ത എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് നേരെയാണ്. അതെ, അവിടാണ് CPIM എന്നുള്ളതാണ് പലരെയും അലോസരപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത്തരം കുപ്രചരണങ്ങളിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇടതുപക്ഷത്തോടുള്ള അന്ധമായ വൈരാഗ്യം, അതിനെന്തും ചെയ്യുക, എന്തും പറയുക, എന്ത് പച്ചക്കള്ളവും പറയുക, ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് അവർ മുമ്പോട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് കഴിയും? അപ്പം അതിൽ നമ്മൾ ആ നിലയിൽ കാണുക എന്നുള്ളത്. ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് CPM വ്യക്തിപരമായി ചിന്തയെ സ്വീകരിക്കുന്നത്? സമ്മേളനം ഇന്ന് അവസാനിക്കത്തേ ഉള്ളൂ. ഇപ്പം 3 ദിവസമായി ഞങ്ങൾ അതിനകത്തായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ പ്രധാന നേതൃത്വം എല്ലാം സമ്മേളനത്തിൽ കൊട്ടിയത്തുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കില്ല എന്തായാലും? അല്ല, നമുക്കങ്ങനെ ആരോടും പ്രത്യേകമായ ദേഷ്യമോ അല്ലെങ്കിൽ അവരോടൊരു പ്രത്യേകമായ പരിഭവമോ ഒന്നുമില്ല. അവരെന്തു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കട്ടെ, അല്ലെ അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ ചിന്തിക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ അവരെല്ലാം അങ്ങ് ശത്രുക്കളുടെ പാളയത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള ഉദ്ദേശമൊന്നും എന്നെ സംബന്ധിച്ചില്ല വ്യക്തിപരമായിട്ട്. പിന്നെ പാർട്ടി ഈ പുറത്തു നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുമ്പിലേക്കും ഒരു തെറ്റായ സന്ദേശം ഇത്തരം പ്രചരണങ്ങൾ വഴിവെക്കില്ലേ? വലിയ തോതിലുള്ള ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. പിന്നെ ഒരു ചെറിയ വിഭാഗം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നവരൊക്കെ ചിലപ്പോൾ എന്താണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ അത് നിങ്ങളൊക്കെ ശരിയായ വാർത്തകൾ കൊടുക്കുമ്പോൾ അതൊക്കെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്തുക എന്നതായിരുന്നു CPM സംബന്ധിച്ച് ലക്ഷ്യം വെച്ചത്. അതിന് ഇടയിലാണ് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുപോയത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിച്ച സാഹചര്യത്തിൽ നിയമ നടപടിയടക്കം സ്വീകരിക്കുമെന്നുള്ളതാണ് ചിന്താ ജെറോം വ്യക്തമാക്കുന്നത്.